ഇന്ത്യക്ക് ഒരു സന്തോഷ വാർത്ത വരികയാണ്. ഒടുവിൽ അമേരിക്കൻ താരിഫിന് മുന്നിൽ മുട്ടുമടക്കാത്ത പ്രധാനമന്ത്രിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുമ്പോൾ അമേരിക്ക ഇപ്പോൾ നമുക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നിരന്തരം താരിഫ് പ്രഖ്യാപിച്ച് നമ്മളെ ബുദ്ധിമുട്ടിച്ച അമേരിക്ക ഇപ്പോൾ ഇന്ത്യയുടെ കൈയും കാലും പിടിച്ച് ഇന്ത്യയുമായി ഒരു മഞ്ഞുരുകലിന് ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിനായി ഏതാനും ദിവസങ്ങൾക്കകം അമേരിക്കയുടെ ഒരു സംഘം ഇന്ത്യയിലേക്ക് ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം എത്തിച്ചേരും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താനും താരിഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താനുമാണ് അവരിപ്പോൾ വരുന്നത്. പ്രധാനമായിട്ടും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ട്രംപിന് ഇന്ത്യയുമായിട്ടുള്ള താരിഫ് പിൻവലിക്കണം എന്നുള്ള ആഗ്രഹം കലശലായിരിക്കുകയാണ് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്കൻ ജനങ്ങൾക്ക് മുമ്പിൽ താഴ്ന്നു കൊടുക്കാനും സാധിക്കില്ല. ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കിയാൽ അത് ട്രംപിന് വലിയ ക്ഷീണമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും തന്ന് ഈ വ്യാപാര കരാർ ഉറപ്പിച്ച ശേഷം ഇന്ത്യ വലിയ രീതിയിൽ ഞങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കി എന്ന് പറഞ്ഞ് താരിഫ് പിൻവലിക്കാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തുന്നത് എന്നാണ് ഇപ്പോൾ അമേരിക്കയിലെ മാധ്യമങ്ങൾ ട്രംപിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉടൻ തന്നെ ഒരു സുപ്രധാനമായിട്ടുള്ള കരാറിൽ എത്തുമെന്ന സൂചനകളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇന്ന് രാത്രി, അതായത് തിങ്കളാഴ്ച രാത്രി ഇന്ത്യയിലെത്തും. താരിഫുകളെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പക്ഷേ അവ എത്രത്തോളം എത്തിയെന്നറിയില്ല. കർഷകരുടെ താല്പര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ഇന്ത്യ വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. മറുവശത്ത് ഇന്ത്യയുമായി നല്ല ബന്ധത്തിന് പ്രസിഡന്റ് ട്രംപ് നിരന്തരമായിട്ടുള്ള ആഹ്വാനങ്ങൾ നടത്തുകയാണ്. ഇന്ത്യയും US ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ചൊവ്വാഴ്ച നടക്കുന്നു. ട്രംപ് ഇന്ത്യക്ക് 50% തീരുവ ചുമത്തി. അദ്ദേഹം ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. US-ലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ കാത്ര നിരവധി US നിയമസഭാംഗങ്ങളുമായി ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. തൻ്റെ പ്രതിനിധി സഭാ അംഗം ജെയിംസ് മൊയ്ലിന് സത്യം പറയാൻ അവസരം ലഭിച്ചുവെന്ന് അദ്ദേഹം ട്രൂത്തിൽ പോസ്റ്റ് പറഞ്ഞു. എണ്ണ വാങ്ങലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ടാകാം. പക്ഷേ ഇൻഡോ പസഫിക് മേഖലയിലെ നമ്മുടെ പങ്കാളിത്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഊർജ്ജ സഹകരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ആവശ്യമാണ്. അതായത് ഇതുവരെ ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞിരുന്ന അമേരിക്ക ആ എണ്ണ വാങ്ങലിന് രണ്ടാമത് പ്രാധാന്യം കൊടുക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഇൻഡോ പസഫിക് മേഖലയിലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ശക്തമായിട്ടുള്ള സാന്നിധ്യം, ശക്തമായിട്ടുള്ള ഒരു ഒത്തുചേരലിനെ കുറിച്ചാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. ഇതോടൊപ്പം യുക്രൈൻ യുദ്ധം നയതന്ത്രപരമായി പരിഹരിക്കുന്നതിന് ഇന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ വേണം എന്നുള്ളതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മൂലം ഇന്ത്യയും US തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷവും ട്രംപ് ഇന്ത്യക്ക് മേൽ 50% ശിക്ഷാ തീരുവ ചുമത്തിയതും കാരണം കാട്ര US നിയമനിർമ്മാതാക്കളുമായി തുടർച്ചയായി ചർച്ചകൾ നടത്തി വരികയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്താൻ ട്രംപ് G7 രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് PTI പറയുന്നു. അതേസമയം G7 രാജ്യങ്ങൾ ഇതിന് തയ്യാറായിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നു. യൂറോപ്യൻ യൂണിയനെ ട്രംപ് നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നു. അമേരിക്കയ്ക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. നിങ്ങളും ഇന്ത്യക്കും ചൈനയ്ക്കും 100% താരിഫ് ഏർപ്പെടുത്തിയാൽ ഈ യുദ്ധം നമുക്ക് എത്രയും വേഗം നിർത്താമെന്ന് ട്രംപ് പറയുമ്പോഴും അതിന് യൂറോപ്യൻ യൂണിയൻ നിലവിൽ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഇതും ട്രംപിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതിനിടയിൽ അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഒരു വിധി ട്രംപിനെതിരെ വന്നു കഴിഞ്ഞാൽ ട്രംപ് അടിമുടി നശിച്ചു പോകുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.